ഹായ് എവരിവൺ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വീഡിയോയിലെ ടാഗ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് YT ടാഗ് പ്രോ. അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ യൂട്യൂബിൽ പോകുക. യൂട്യൂബ് സെർച്ചിൽ നിങ്ങൾക്ക് ഏത് വീഡിയോയുടെ ടാഗാണോ വേണ്ട ആ വീഡിയോയുടെ നെയിം അടിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സെർച്ചിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന വീഡിയോസിനെല്ലാം ഒരുപാട് വ്യൂസുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ വ്യൂസ് കൂടുതലുള്ള വീഡിയോസിൽ ടാഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാം. നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഷെയർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ലിങ്ക് കോപ്പി ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ നേരെ YT ടാഗ് പ്രോ എന്ന ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ യൂസ് ചെയ്ത ടാഗ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ഓൾ, ഷെയർ ഓൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ കോപ്പി ഓൾ ചെയ്തിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കോപ്പി ഓൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീഡിയോസിൽ പോയി അതിനെ അങ്ങ് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടാഗ് ആഡ് ആവാൻ സാധ്യത കുറവാണ്, ടാഗ് സേവ് ആകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് ഞാനിവിടെ ആഡ് ടാഗ് കൊടുക്കുവാണ്. ഒരു പുതിയൊരു ടാഗ് ഞാൻ ആഡ് ചെയ്യുവാണ്. PCOD എന്നൊരു ടാഗ് തന്നെ ഞാൻ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് കോമ ഇട്ട് കൊടുത്തു. കോമ ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ടാഗ് അവിടെ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സേവ് കൊടുത്താൽ അത് സേവ് ആകുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ടാഗ്സ് വേണോ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. വേറൊരു വഴിയുണ്ട്. വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ PCOD എന്ന് വേറൊരു മെത്തേഡിൽ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ ആ ഓപ്ഷനും അവിടെ ആഡ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാനുള്ള രണ്ട് വഴി, കോമ ഇട്ടാലും ടാഗ് ആഡ് ആവും, എൻ്റർ കൊടുത്താലും ടാഗ് ആഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടാഗ് ആഡ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ടാഗ് സേവ് ആയിക്കഴിഞ്ഞു. ഓക്കെ. അല്ലാതെ YT ടാഗ് പ്രോ എന്ന ഈ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഡയറക്റ്റ് നമ്മളെല്ലാം ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്ത് അവിടെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ടാഗ് സേവ് ആകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഇതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ടിപ്സ്, ഞാൻ പരീക്ഷിച്ച് വിജയിക്കുന്ന ടിപ്സാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. പക്ഷേ റെലവൻ്റ് ആയിട്ടുള്ള ടാഗ് മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ആയിപ്പോവും. ഇതുപോലെ ചെയ്ത് സക്സസ് ആവുന്ന ടിപ്സായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഇൻഫോക്രസ്റ്റ്.